നമുക്ക് ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അപ്പൊ ഇന്നലെ ബാലിന്റെ ഗോമതിയുടെ ആരുടെയും വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വൈകുന്നേരം എന്താണെങ്കിലും ഇന്ന് മുതൽ കൃത്യസമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യാട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് മീനാക്ഷി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഗോമതി ക്യാഷ് എടുത്ത് മീനാക്ഷിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അപ്പോഴേക്കും മീനാക്ഷി ചോദിച്ചു, ഇതെന്തമ്മേന്ന് ചോദിച്ചു. അതെ, വീണ മാഡത്തിന്റെ ഹസ്ബൻഡ് ഇവിടെ കൊണ്ട് തന്നിട്ട് പോയതാ ക്യാഷ്. ഹസ്ബൻഡ് ക്യാഷ് കൊണ്ട് തന്നോ? അങ്ങനെ വരാൻ വഴിയില്ലോ. അല്ല, ഞാൻ ആകാശിനോട് പോയി വാങ്ങിക്കണമെന്ന് പറഞ്ഞാലോ. അപ്പൊ ആകാശിന് എന്തോ തിരക്കുണ്ട്, ഉച്ച കഴിഞ്ഞിട്ട് ആകാശ് പോയി വാങ്ങിച്ചോളാന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ ഈ ക്യാഷ്? അത് പിന്നെ മോളെ, അവരുടെ വീണാമാടത്തിന്റെ ഹസ്ബൻഡിന് ഇവിടെ അടുത്ത് എവിടെയോ വരേണ്ടതായിട്ട് വന്നു. അപ്പോഴും കൂടെ കൊണ്ട് തന്നിട്ട് പോയതാന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ, മോള് ഇത് നോക്ക്, എണ്ണി നോക്ക് എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി ക്യാഷ് അങ്ങോട്ട് വാങ്ങി. അപ്പോഴാണ് മിത്രയുടെ വരവ്. മീനാക്ഷി ക്യാഷ് പതുക്കെ കവറിനകത്തുനിന്നെടുത്ത് ഇങ്ങനെ നോക്കുവാണ്. എന്നെയൊക്കെ നോക്കിയിട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും മിത്രയോട് പറഞ്ഞു, മിത്രേ അതെ, ആ ഡെയിലി പൈസ കൊടുക്കണം, എത്രയും പെട്ടെന്ന് തന്നെ ഗോപാലന്റെ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. മിത്ര പറഞ്ഞു, അല്ല ചേച്ചി, അത് പിന്നെ ഇനിയൊന്നും നോക്കണ്ട, ഈ ക്യാഷ് ആൻ്റെ കയ്യിൽ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ മിത്രയുടെ കയ്യിലേക്ക് കൊടുക്കാൻ തുടങ്ങുമ്പോഴത്തേനും വേണം സ്റ്റോപ്പ് എന്നും പറഞ്ഞുകൊണ്ട് വിജിലൻസുകാർ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. പെട്ടെന്ന് എല്ലാവരും ഞെട്ടിപ്പോയി. ആ സമയത്ത് മിത്ര ചോദിച്ചു, നിങ്ങളൊക്കെ ആരാന്ന് ചോദിച്ചു. ഞങ്ങള് വിജിലൻസ് എന്നാന്ന് പറയണ. വിജിലൻസ് എന്നോ? മീനാക്ഷിക്കൊന്നും കാര്യം മനസ്സിലായില്ല. അപ്പോഴേക്കും മീനാക്ഷിയോട് പറഞ്ഞു, അതെ, നിങ്ങൾ കൈക്കൂലി മേടിക്കുമായിരുന്നല്ലേ എന്ന് ചോദിച്ചു. കൈക്കൂലിയോ? ഞാനോ? സാർ എന്തായി പറയണേ, ഞാൻ കൈക്കൂലിയൊന്നും മേടിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഇതേ ഇവിടുത്തെ ഒരു ലായനിയും വെക്കും, സോഡിയം കാർബണേറ്റ് ആണ്. ആ ലായനിയിലേക്ക് നിങ്ങളൊന്ന് കൈമുക്ക്. ഇത് കൈക്കൂലിപ്പണമാണെങ്കിൽ ഉറപ്പായിട്ടും ആ വെള്ളത്തിന്റെ കളറ് മാറുമെന്ന് പറഞ്ഞു. മീനാക്ഷിയോട്, സാറേ ഇത് ഞാൻ ഈ പണം വീണ മേഡത്തിന്റെ കയ്യിൽ നിന്ന് വായ്പ മേടിച്ച, കടവായിട്ട് മേടിച്ച പൈസയാ, അല്ലാതെ കൈക്കൂലിപ്പണം അല്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും വിജിലൻസ് ഓഫീസർ പറഞ്ഞു, അതൊക്കെ നമുക്ക് തെളിയിക്കാം. ഒരു കാര്യം ചെയ്യാം, ആദ്യം നിങ്ങൾ കൈമുക്ക് ഈ ലായനിക്കകത്ത്, അപ്പോഴറിയാലോ കൈക്കൂലിപ്പണമാണോ നിങ്ങൾ വായ്പ മേടിച്ചാണെന്നുള്ള കാര്യം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മിത്രയും ഗോമതി എല്ലാവരും പരസ്പരം നോക്കുക. അവർ ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. മീനാക്ഷിയോട്, നിങ്ങൾ പേടിക്കണ്ട, എന്തിനാ വിഷമിക്കണേ, ഞാൻ കൈക്കൂലിപ്പണമൊന്നും അല്ല മേടിച്ചിരിക്കണേ എന്നും പറഞ്ഞ് ഭയങ്കര ആത്മവിശ്വാസത്തോട് കൂടി പോയിട്ട് ആ ലായനിയിലേക്ക് അങ്ങോട്ട് കൈമുക്കി കഴിഞ്ഞപ്പോഴത്തേനും അതിന്റെ കളർ അങ്ങോട്ട് മാറി. കൈക്കൂലി മേടിച്ചെന്നുള്ള കാര്യം വിജിലൻസുകാർക്ക് ഉറപ്പായി. അപ്പോഴേക്കും അവർ പറഞ്ഞു, നിങ്ങൾ അറസ്റ്റിലാന്ന് പറഞ്ഞു. അറസ്റ്റിലോ? എന്തൊക്കെയാ സാറേ പറയണമെന്ന് ചോദിച്ചു. ഗോമതിയും കൊണ്ട് പെട്ടെന്ന് വന്നു. സാറേ, എന്റെ മീനു അങ്ങനെ കൈക്കൂലി മേടിക്കുന്ന ഒരു പെൺകുട്ടിയല്ല, അവൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞു. അതൊക്കെ നിങ്ങൾ കോടതിയിൽ തെളിയിച്ചോ, ഇപ്പം നിങ്ങൾ ഞങ്ങളോടൊപ്പം വരണമെന്ന് പറഞ്ഞു. ശ്രീദേവി ഓടി വന്നിട്ട് പറഞ്ഞു, സാറേ അന്ന് നടക്കുന്ന കാര്യമില്ല, മീനാക്ഷി അങ്ങനെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയല്ല, അവള് നേരെ പോന്നുള്ള സ്വഭാവക്കാരിയാ, ആരോടും കൈക്കൂലി ഒന്നും മേടിക്കില്ല എന്ന് പറഞ്ഞു. ഇവരെ കുറിച്ച് കുറെ പരാതി കിട്ടിയിട്ടുണ്ട്, ഇവരാരോടൊക്കെ കൈക്കൂലി ചോദിച്ചിട്ടുണ്ട്, മേടിക്കുന്നുണ്ടെന്നൊക്കെ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നേ. വ്യക്തമായിട്ടൊരു പരാതി കിട്ടിയിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണ് ഞങ്ങള് ഇവർക്കെതിരെ തിരിഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ അവര് മീനാക്ഷിയെ കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങണം. അപ്പോഴേക്കും ഗോമതി ശ്രീദേവിക്ക് ഇടയ്ക്കിലേക്ക് കയറി പറഞ്ഞു, കൊണ്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മീനു തെറ്റൊന്നും ചെയ്തിട്ടില്ല, കൊണ്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവർ പറഞ്ഞു, അങ്ങനെയാണ് ഞങ്ങൾക്ക് ബലപ്രയോഗം നടത്തേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു. മീനാക്ഷി പറഞ്ഞു, സാറേ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, വെറുതെ എന്തൊരു പ്രശ്നം ഉണ്ടാക്കുന്ന ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. നിന്നോടല്ലേ പറഞ്ഞെന്ന് ചോദിച്ചു. മീനാക്ഷി രൂക്ഷമായിട്ടൊന്ന് നോക്കുകയാണ്. ആ സമയത്ത് പുറത്തൊരു പോലീസ് ജീപ്പ് വന്നിരിക്കുന്നത്. പോലീസുകാർ അങ്ങോട്ട് വരുമ്പോഴത്തേനും മീനാക്ഷിയും കൊണ്ട് വിജിലൻസുകാർ പുറത്തേക്ക് ഇറങ്ങി. മീനാക്ഷി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാമെന്ന. അപ്പോഴേക്കും ഗോമതി ശ്രീദേവിക്ക് ഓടിച്ചിട്ട് പറഞ്ഞു, സാറേ ഒരു കാരണവശാലും എൻ്റെ മീനു അങ്ങനെ ചെയ്യത്തില്ല. മീനാക്ഷി അങ്ങനെ ഒരിക്കലും ചെയ്യുന്ന പെൺകുട്ടിയല്ല, ഇതിനകത്ത് എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട്. ശ്രീദേവി പറഞ്ഞു, അതെ, എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് സാറേ, വെറുതെ പ്രതിയാക്കാണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക, സാറേ വെറുതെ വരണമെന്നൊക്കെ പറഞ്ഞു. തൊണ്ടി മുതൽ സായുധം പിടിച്ചിട്ടും നിങ്ങൾ വീണ്ടും നിന്ന് വാദിക്കുമല്ലേ? കൈക്കൂലി കേസിൽ ഇവര് കൈക്കൂലി മേടിച്ചെന്നുള്ള കാര്യം ഉറപ്പായി, ഇനി കൂടെ ന്യായവാദങ്ങളൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. മീനാക്ഷി പറയുന്നതും കേൾക്കാനായിട്ട് അവരും കൂട്ടാക്കിയില്ല. ഒടുവില് എസ് ഐ പറഞ്ഞു, കേറേന്ന് പറഞ്ഞു. മീനാക്ഷി രൂക്ഷമായിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ചോദിച്ചു, നീ എന്താടി നോക്കി പിടിപ്പിക്കണോ? ഇതിനുള്ള ശിക്ഷ നിനക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് തരാം എന്ന് പറഞ്ഞിട്ട് കയ്യെ പിടിച്ചു വലിച്ച് പോലീസ് ജീപ്പിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന സമയത്ത് മീഡിയക്കാരങ്ങോട്ടേക്ക് വന്നു. ഈ സമയത്ത് കൃഷ്ണമംഗലത്ത് നിന്ന് അച്യുതനെല്ലാം കണ്ട് ആസ്വദിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. മിത്ര അത് ശ്രദ്ധിക്കുകയും ചെയ്തു. ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടന്നൊരു ചിന്തയായിരുന്നു അച്യുതന്റെ മനസ്സിൽ. മീഡിയക്കാർ വന്നിട്ട് മീനാക്ഷി വിളിച്ച്, എന്താ കാര്യം, നിങ്ങൾ കൈക്കൂലി വാങ്ങിയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം മീനാക്ഷി പറഞ്ഞു, ഞാൻ കൈക്കൂലിയൊന്നും വാങ്ങിയിട്ടില്ല, അധികം വൈകാത്ത സത്യങ്ങളൊക്കെ പുറത്തു വരും, ഞാൻ നിരപരാധിയാന്നൊക്കെ പറഞ്ഞിട്ട് പോലീസ് ജീപ്പിലേക്ക് കയറുന്നേ. അങ്ങനെ മീനാക്ഷി അങ്ങോട്ട് അവരങ്ങോട്ട് പോകുന്ന സമയത്താണ് ആകാശ് അങ്ങോട്ട് വരുന്നത്. ആകാശ് ഈ കാഴ്ച കണ്ടു. ആകാശിന് ടെൻഷനായി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു നിമിഷം ആകാശ്
ഞെട്ടിപ്പോയി. എന്തിനാ ഏതിനാ എങ്ങനെയൊന്നും ആകാശിനെ അറിയണ്ടായിരുന്നില്ലല്ലോ മീനാക്ഷിയെ പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ബാലൻ കടയിലിരിക്കുന്ന സമയത്താണ് ബാലനെ ദേവി വിളിക്കുന്നത്. ദേവി വിളിച്ച് വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. മീനാക്ഷിയെ വന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതും കൈക്കുള്ളി കേസ് പിടിയിലായത് കാര്യങ്ങളൊക്കെ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ എന്ത് ചെയ്യണമെന്നറിയില്ല. ബാലൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ആ സമയത്ത് ധർമ്മൻ ഫോണുമായിട്ടും കൂടെ വരുന്നേ. പിന്നീട് ബാലനൊരു വീഡിയോ കാണിക്കണം. നോക്ക് അളിയ, ഇത് കണ്ടോ? മീനാക്ഷിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഫോണിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. മീനാക്ഷിയെ കൈക്കുള്ളി കേസിൽ അറസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. പെട്ടെന്ന് ബാലൻ ചാടി എഴുന്നിട്ട് പറഞ്ഞു, ധർമ്മ നീ കട നോക്കണം, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞു. അല്ല അളീനി ഇത് അങ്ങോട്ട് പോകാൻ ഞാനും വരാം. വേണ്ട, നീ കട നോക്കാൻ പറഞ്ഞിട്ട് ബാലൻ പുറത്തേക്ക് ഇറങ്ങി പെട്ടെന്ന് തന്നെ പോവാണ്. ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല ധർമ്മന് വല്ലാത്ത ടെൻഷനിലായിപ്പോയി. പിന്നീട് മീനാക്ഷിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ചോദ്യം ചെയ്യുവാണ്. മീനാക്ഷിയോട് പറഞ്ഞു, നിങ്ങൾ ഇതിനു മുമ്പ് കൈക്കൂലി മേടിച്ചിട്ടുണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ മീനാക്ഷി പറഞ്ഞു, ഇല്ല സാറേ, ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പോലീസുകാർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ മീനാക്ഷി സമ്മതിച്ചില്ല. ഒടുവിൽ ഒരു പോലീസുകാരൻ പറഞ്ഞു, എടി സത്യം പറയാൻ നിനക്ക് നല്ലത്, അല്ലെങ്കിലുണ്ടല്ലോ അതെ സാറേ, എടി പോടി ഒന്നും എന്നെ വിളിക്കണ്ട. അതെ, എനിക്കൊരു പേരുണ്ട് മീനാക്ഷിന്ന്, അത് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ മീനാക്ഷിന്ന്. അപ്പോഴേക്ക് എസ് ഐ പറഞ്ഞു, നീ ആരാന്ന് നിന്റെ വിചാരം എന്ന് ചോദിച്ചു. കൈക്കൂലി കേസ് പ്രതിയായിട്ട് അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ, അഹങ്കാര വർത്താനം കണ്ടില്ലേ? സാറേ, ഞാൻ പറഞ്ഞു ഞാൻ തെറ്റും ചെയ്തിട്ടില്ല എന്ന്. ഇതെന്നെ ചതിച്ചാണ്. വീണ മാഡത്തിന്റെ ഹസ്ബൻഡാണ് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് പണം കൊടുത്തേ, എനിക്ക് അത്രമാത്രം അറിയുള്ളൂ എന്ന് പറഞ്ഞു. നീ കൂടുതൽ ഡ്രാമയൊന്നും കളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് മീനാക്ഷിയെ ചീത്ത പറയാണ്. അപ്പോഴേക്കും വിജിലൻസ് ഓഫീസർ പറഞ്ഞു, മീനാക്ഷി ഒരു കാര്യം ചെയ്യുക, ഈ പേപ്പറിലൊന്ന് സൈൻ ചെയ്യുക, കുറ്റസമ്മതം നടത്തിയെന്നുള്ള സൈൻ ചെയ്ത് ജാമ്യം കിട്ടും എന്ന് പറഞ്ഞു. മീനാക്ഷി പറഞ്ഞു, ഞാൻ ചെയ്യില്ല സാറേ, ചെയ്യാത്ത കുറ്റം ഏറ്റെടുക്കാണ്ട് എന്നെ കൊണ്ട് പറ്റില്ല, അത് സൈൻ ചെയ്യേണ്ട കാര്യമൊന്നും എനിക്കില്ല, ഞാനിത് ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞു. മീനാക്ഷി ഉറച്ചു നിൽക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ജാമ്യം വേണ്ടേ? എനിക്ക് ജാമ്യം വേണ്ട സാറേ, ഞാൻ എൻ്റെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കോടതിയിൽ തെളിയിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വിജിലൻസ് ഓഫീസർ പറഞ്ഞു, മീനാക്ഷി അങ്ങനെ തെളിയിക്കാൻ പറ്റുന്ന കാര്യമല്ല, കാരണം ഞങ്ങൾ കൊടുക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവര് മീനാക്ഷി കുറ്റക്കാരിയാണോ അല്ലേ എന്നൊക്കെ പറയുന്നത്. അപ്പൊ പിന്നെ മീനാക്ഷിക്ക് അത് എങ്ങനെ തെളിയിക്കാൻ പറ്റുമെന്നാ പറയണേ. മീനാക്ഷിക്ക് തെളിയിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചു. മീനാക്ഷി പറഞ്ഞു, അതൊക്കെ ഞാൻ ചെയ്തോളാം സാറേ എന്ന് പറഞ്ഞു. മീനാക്ഷിക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, താൻ തെറ്റ് ചെയ്യാതെ എന്തിനാ ശിക്ഷ അനുഭവിക്കുന്ന ഒരു ചിന്തയായിരുന്നു മീനാക്ഷിയുടെ മനസ്സ് നിറയുണ്ടായിരുന്നേ. ആ സമയത്ത് മിത്രയെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുമോള് ശ്രീദേവിയും കൂടെ ചേർന്നിട്ട്, ഫോൺ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ലല്ലോ എന്ന് അനുമോള് ശ്രീദേവിയോട് പറഞ്ഞു. അല്ല, അവിടെ എന്താ ഇതുവരെയായിട്ടും വിളിക്കാത്തെ? അവിടെ ചെന്ന് കഴിയുമ്പോൾ വിളിക്കാന്ന് പറഞ്ഞല്ലേ? അതെ, അതൊക്കെ പറ, എനിക്ക് ഇപ്പോഴെങ്കിലും അമ്മ ഇത് കേട്ടോണ്ട് വന്ന പ്രശ്നമാവും. വിളിച്ചില്ലാന്ന് ഇതുവരെയായിട്ടും വിളിച്ചില്ലാന്ന് പറഞ്ഞാൽ ടെൻഷനാകുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോമതി അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. ഗോമതി വന്നിട്ട് അനുവിനോട് പറഞ്ഞു, ഒരു ഓട്ടോ വിളിക്കാൻ പറഞ്ഞു. ഓട്ടോ അതെന്തിനമ്മേ? എനിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം. അതെന്തിനാ അമ്മ പോന്നേ? പിന്നെ എൻ്റെ മോളവിടെ നിൽക്കുന്ന സമയത്ത് എനിക്കിവിടെ സ്വസ്ഥതയുടെ സമാധാനത്തോടെ നിൽക്കാൻ പറ്റുമോ? ശ്രീദേവി പറഞ്ഞു, അമ്മേ അതിന് മിത്ര പോയിട്ടുണ്ട്, മിത്ര ചെന്നിട്ട് വിളിക്കും അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട്. അപ്പം മിത്ര ഇതിലായിട്ടും വിളിച്ചില്ലേ? അത് പിന്നെ അമ്മേ, ഓഹോ, അപ്പം മിത്ര വിളിച്ചിട്ടില്ലല്ലേ? എനിക്ക് പോയേ മതിയുള്ളൂ. ഒരു മിഠായി പോലും പാരിതോഷികമായിട്ട് മേടിക്കുന്നവളല്ല എൻ്റെ മരുമോള് മീനാക്ഷി. എൻ്റെ മോൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തൊന്നുമില്ല. അപ്പം പിന്നെ ആരും ഇത് മനഃപൂർവ്വം ചതച്ചാൽ എൻ്റെ മോളെ പുറത്തിറക്കിയാൽ മതിയാവുള്ളൂ എന്നും പറഞ്ഞോണ്ട് ഗോമതി എന്ത് ചെയ്തു, പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ്. എത്രയും പെട്ടെന്ന് അവിടെ ചെല്ലണമെന്ന് ചിന്തയായിരുന്നു ഗോമതിയുടെ മനസ്സിൽ. ആ സമയത്ത് പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് ബാലൻ വന്നു. അപ്പോഴേക്കും ആകാശും മിത്രയും കൂടെ വരികയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാലജി എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. ആകാശ് പറഞ്ഞു, എനിക്കറിയില്ല അച്ഛാ, ഞാൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് മീനാക്ഷിയെ ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോകുന്ന കാഴ്ച കണ്ടേന്ന് പറഞ്ഞു. അത് കേട്ടപ്പം മിത്ര പറഞ്ഞു, അത് പിന്നെ അങ്കിളെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. പ്രശ്നമോ? അതെ, പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയണം. ഞാനങ്ങൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം മീനാക്ഷി ചെണ്ടിയിലേക്ക് പണം എടുത്ത് തന്നിട്ട് ഇത് ആന് കൊടുക്കാനും പറഞ്ഞ് തന്നു. പക്ഷേ എങ്കിൽ ആ പണം അവിടെ കൊണ്ടേ കൊടുത്ത ആള് വീണ മാഡത്തിൻ്റെ ഹസ്ബൻഡാന്നാ പറഞ്ഞത്. വീണ മാഡത്തിൻ്റെ ഹസ്ബൻഡോ? അതെ, ആകാശേട്ടൻ ചെന്ന് വാങ്ങിച്ചോളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ വീണ മാഡത്തിൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ കൊണ്ടുപോയി ആ പണം കൊടുത്തു. ആ പണം അമ്മ എടുത്ത് വെച്ചിരുന്നു. മീനാക്ഷി ചേച്ചി എനിക്കത് തരാൻ തുടങ്ങുന്ന സമയത്താണ് പോലീസ് വന്ന് മീനാക്ഷി ചേച്ചിനെ അറസ്റ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ബാലിനോട് വെളിപ്പെടുത്തുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.